മിഹിർ അഹമ്മദിൻ്റെ വിഷയത്തിൽ ഒരു അപ്ഡേറ്റ് കുറച്ച് ദിവസമായിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. ഞാനും ഈ വിഷയത്തിൽ സംസാരിക്കണം എന്നുള്ള ഒരു ലൈനിൽ തന്നെയാണ് നിന്നത്. പക്ഷേ എനിക്ക് അറിയുന്ന കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും അതൊന്നും പുറത്തേക്ക് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സിറ്റുവേഷനിലല്ല ഞാൻ. ഫൈൻ, നമ്മളൊരു കാര്യം പുറത്തേക്ക് ഷെയർ ചെയ്യുമ്പോൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് കൃത്യമായിരിക്കണം. എനിക്ക് അത്രേ പറയാൻ പറ്റൂ. ഡോണ്ട് ആസ്ക് മീ ലൈക്ക് എന്താ പറയുക, എന്തുകൊണ്ട് നീ പറയുന്നില്ല, എന്തുകൊണ്ട് ഒന്നും ചോദിക്കരുത് പ്ലീസ്. അറ്റ്ലീസ്റ്റ് എൻ്റെ റെഗുലർ വ്യൂവേഴ്സിനോടാണ് പറയുന്നത്, അപ്ഡേറ്റ് അല്ല ഞാനിവിടെ പറയുന്നത്. ഇത് അപ്ഡേറ്റ് അല്ല, ഇത് ഞാൻ പറയുന്നത് എൻ്റെ സംശയങ്ങളാണ്. എനിക്ക് കുറച്ച് സംശയങ്ങളും എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്ഡേറ്റ് തരണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അത് തരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തരാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറയുന്നു. ഫൈൻ. അപ്പോൾ 14 വയസ്സുകാരൻ മിഹിർ. മിഹിറിൻ്റെ കുടുംബം, എസ്പെഷ്യലി അമ്മയാണ് ഫസ്റ്റ് വന്നിട്ട് ഈ റാഗിങ് എന്നുള്ള ആ ഒരു പോസ്റ്റ് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ടതും കുറെ പ്രൂഫുകൾ വെച്ച്. ഫൈൻ. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഞാൻ കഴിഞ്ഞ മിഹിറിൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായിട്ടൊരു PR-ൻ്റെ എലമെൻറ്റിൻ്റെ സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ PR ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയി നമ്മളെല്ലാവരും എന്നുള്ള, ഞാനടക്കം നിങ്ങളടക്കം ഇവിടുത്തെ മീഡിയ അടക്കം, മീഡിയ ഞാൻ അതിന് കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു വലിയൊരു PR-ൻ്റെ ഭാഗമായി എല്ലാം അങ്ങനെ പോയോ? എന്താ അവിടെ സംഭവിച്ചേ? ഒറ്റയടിക്ക് വരുന്നു, ഭയങ്കരമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടക്കുന്നു, ജസ്റ്റിസ് ഫോർ മിഹിർ വരുന്നു, റാഗിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. കാരണം അന്ന് അമ്മ വെളിപ്പെടുത്തിയത് അതിക്രൂരമായ റാഗിങ്ങിന്റെ കാര്യങ്ങളാണ്. ക്ലോസറ്റിൽ മുഖം വെക്കുക, ഫ്ലഷ് അടിക്കുക, അതിഭീകരമായിട്ടുള്ള ഒരു കുട്ടി സ്കൂളിൽ നിന്ന് നേരിടാവുന്നതിലും എക്സ്ട്രീം ആണ് ആ അമ്മയുടെ വെളിപ്പെടുത്തലിൽ ഉണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. അത് കേരളത്തിൽ മാത്രം നിന്നില്ല, ഓൾ ഇന്ത്യ, നാഷണൽ ലെവലിൽ അത് ഡിസ്കഷനിൽ പോയി. പക്ഷെ മിഹിർ മരിച്ചപ്പോൾ ഏകദേശം 2 മാസം, ജാനുവരി 15. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പോലീസുകാർക്ക് ഇപ്പോഴും റാഗിങ്ങിനുള്ള ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ലിറ്ററലി നോ എവിഡൻസ്. കുറച്ച് കുട്ടികളെയൊക്കെ അവര് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ജുവനൈൽ സംഗതി ആയതുകൊണ്ട് അവർക്കും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അങ്ങനെ ചോദിക്കാം. പക്ഷെ അവർ കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ നോ എവിഡൻസ്. അതാണ്. അപ്പൊ ഓൾമോസ്റ്റ് ഈ ഒരു കേസ് പോലീസുകാർ റാഗിങ്ങിന്റെ സീനിൽ പോലീസ് ഈ വിഷയം 2 ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്കൂളിലെ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒന്ന് പുറത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമും. സ്കൂള് റിലേറ്റഡ് ആയി റാഗിങ് റിലേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ടീം ഇത് ഫുൾ സ്റ്റോപ്പിലേക്കാണ് കൊണ്ടുചെന്ന് നിർത്തുന്നത്. CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിച്ചു, കുട്ടികളുടെ അടുത്ത് അവർ ചോദ്യങ്ങൾ ചോദിച്ചു, സ്കൂളിലുള്ള ഇൻവെസ്റ്റിഗേഷൻ, റാഗിങ്, ടീച്ചേഴ്സ്, പ്രിൻസിപ്പള്, സ്കൂൾ ബസ്സിലുള്ളവർ എല്ലാവരും ഒരുപോലെ പറയുന്നു, സ്കൂളിൽ വിഷയങ്ങൾ ഇല്ല. റാഗിങ്, ഇത്ര ക്രൂരമായ റാഗിങ് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു എലമെൻസും ഇല്ല. അങ്ങനെ ഈ വിഷയം നിൽക്കുമ്പോൾ ഒരു കുട്ടി അസ്വാഭാവികമായിട്ടുള്ള മരണമാണ്. അസ്വാഭാവികമായിട്ടുള്ള മരണത്തിൽ കേസെടുക്കുമ്പോൾ ഒരു സൈഡ് റാഗിങ്ങിനെ കുറിച്ച് പറയുന്നു, അത് സ്ലാഷായി, അതില്ല എന്ന് പറയുന്നു. പിന്നെ എന്താണ് ഈ കേസുള്ള അസ്വാഭാവികത? ചോദ്യമല്ലേ. എൻ്റെ സംശയം അതാണ്. പിന്നെ അസ്വാഭാവികത കിടക്കുന്നത് സ്കൂളിലല്ലെങ്കിൽ പിന്നെ വീട്ടിലാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ പോലീസുകാർ ചെക്ക് ചെയ്യേണ്ടത്. അവിടെ എത്രത്തോളം ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ എനിക്ക് പേഴ്സണലി അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇല്ല. ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ഫോർവേഡിങ്ങും ആ ഭാഗത്ത് കണ്ടിട്ടില്ല. 2 ദിവസം മുന്നേ കണ്ടു കേസ് ക്ലോസ് ആയി. ഈ വിഷയത്തില് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളില്ല. അസ്വാഭാവികമായിട്ടുള്ള മരണം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തന്നെ 2 ടീമായി തിരിഞ്ഞിട്ടാ നടത്തിയിട്ടുള്ളത്. സോ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ആ സംഗതി കഴിഞ്ഞു, റാഗിങ് റിലേറ്റഡ് ആയിട്ടുള്ളത് കഴിഞ്ഞു, അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഫൈൻ, വാട്ട്സ് നെക്സ്റ്റ്? അസ്വാഭാവികമായിട്ടുള്ള മരണമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്കൂളിൽ ഈ റാഗിങ് അമ്മ പറഞ്ഞ വിഷയം,
അല്ലെങ്കിൽ വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? അന്നേ ദിവസം ഫ്ലാറ്റിലേക്ക്, വീട്ടിലേക്ക്, ആ കുട്ടിയുടെ വീട്ടിലേക്ക്, ഫ്ലാറ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്ലേ. ഞാനിവിടെ ഏഷ്യാനെറ്റിന്റെ ഒരു കോമെന്റ് ഉണ്ട്. ഓക്കെ, ഏഷ്യാനെറ്റിന്റെ ന്യൂസിന്റെ അടിയിൽ വന്നൊരു കോമെന്റ്, അത് ഞാനിവിടെ വായിക്കാം. എ കേസ് നീഡ്സ് ടു ബി ടേക്കൻ അഗെയിൻസ്റ്റ് ദി മദർ ഫോർ false implication on hearsay and cyberbullying the poor innocent children of global public school by doing a PR stunt. She and her relatives are part of the 3,000 crore empire and extremely rich. She is responsible for the death of her child and she wanted to divert attention to something else so that her second husband is not implicated in the reason for Mihir death. There are witnesses that saw her screaming at her second husband at the time of Mihir's death. A poor innocent child took his life due to the cruel treatment at his own house. I empathize with the biological father and I hope you will find peace. Johnny George 3765. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ കോമെൻറ്റ് വന്നിട്ടുള്ള അക്കൗണ്ട്. ഇങ്ങനൊരു വ്യക്തി ഒരു കോമെൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ പറയാലോ, എനിക്ക് പേഴ്സണലി ഞാൻ ഈ മിഹിർ ഈ ഒരു കേസ് മൊത്തം എങ്ങനെയാണോ മീഡിയയിൽ വന്ന കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്ത് അത് അതിൻ്റെ പിന്നാലെ പോയത്, അതല്ലാത്ത രീതിയിലും നമ്മൾ കുറേ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടും ഞാൻ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്തും PR സ്റ്റണ്ട് ആയിരുന്നോ ഈ പറഞ്ഞ സ്കൂൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ റാഗിങ് ഇതൊക്കെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ കാരണം PR സ്റ്റണ്ട് തന്നെയല്ലേ എന്നുള്ള രീതിയിലേക്ക് ഇപ്പം എൻ്റെ ആലോചന പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അപ്ഡേറ്റ് അല്ല, കേസിൻ്റെ അപ്ഡേറ്റ് അല്ല ഞാൻ പറയുന്നത്, എൻ്റെ സംശയങ്ങളാണെന്ന് പറയുന്നത്. ഫൈൻ. പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ പോലും അപ്ഡേറ്റ്സ് തരാൻ പറ്റില്ല. അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ഷീ ആൻഡ് ഹെർ റിലേറ്റീവ്സ് ആർ പാർട്ട് ഓഫ് ദ 3,000 crore empire and extremely rich. To be honest, ഇതുവരെ പറഞ്ഞ കേസുകളോ ഇതുപോലെ സംസാരിച്ചിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇത്രയും വലിയൊരു PR സ്റ്റണ്ട് നടത്താൻ മാത്രം ദേ ആർ കേപ്പബിൾ. ഇനി മുന്നോട്ട് ഈ കേസിൻ്റെ ഗതി എങ്ങോട്ട് പോകണം എന്നുള്ളതും അവർക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് തീരുമാനിക്കാം. ബിക്കോസ് വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് കാശുള്ളവർക്ക് മണി മാറ്റേഴ്സ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ആരെയും കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റക്കാരാക്കുന്നില്ല. പബ്ലിക്കായിട്ട് ഒരു അമ്മ പബ്ലിക്കിൻ്റെ മുന്നിലാണ്, പബ്ലിക് അറിയാൻ വേണ്ടിയിട്ടാണ് മിഹിറിൻ്റെ കാര്യം ഓപ്പൺ ലെറ്റർ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഓപ്പൺ ലെറ്റർ ആയിട്ട് നിങ്ങൾ എന്നത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അന്ന് മുതൽ ആ ഇഷ്യൂ ഞങ്ങളെ കൂടി ഇഷ്യൂ ആണ്. മിഹിർ നമ്മുടെയൊക്കെ ഒരു സഹോദരൻ, മകൻ, നമ്മുടെ വീട്ടിലൊരു അംഗം പോലെ തന്നെ നമ്മൾ വിഷമിച്ചതാണ് മിഹിറിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്കും ഇത് കാണുന്നവർക്കും കേരളത്തിലും ഇന്ത്യയിലുള്ള ഓരോരുത്തർക്കും, മിഹിറിൻ്റെ ഇഷ്യൂ അറിയുന്ന ഓരോരുത്തർക്കും മിഹിറിന് എന്ത് സംഭവിച്ചു എന്നറിയണം എന്നുണ്ട് അല്ലേ? എനിക്കറിയണമെന്നുണ്ട്. അതുണ്ട്. ഇവിടുത്തെ സിസ്റ്റം റെസ്പോൺസിബിൾ ആണ് മിഹിറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാരെയും അറിയിക്കുക എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് മദർ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്, എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത്. കാരണം അന്ന് പോയതാണ്, പിന്നെ ഞാൻ പറഞ്ഞ അന്ന് പോവാനുണ്ടായ കാര്യം എന്താ, മിഹിറിന്റെ മദർ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ ഒരു പോസ്റ്റ് ഇടാത്തൊരു സിറ്റുവേഷൻ എപ്പോഴാ വന്നേ, മിഹിറിന്റെ ബയോളജിക്കൽ ഫാദർ വന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ വ്യക്തി മീഡിയക്ക് അടക്കം കൊടുത്ത കുറെ മിഹിറിന്റെ ആ വ്യക്തിയുടെയും ചാറ്റുകൾ. ഇത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ജസ്റ്റിസ് ഫോർ മിഹിറും മറ്റേ ഇതിന്റെ റാഗിങ്ങിന്റെ ഹാഷ്ടാഗ് ഇട്ട് പോസ്റ്റ് ഇടുന്ന മിഹിറിന്റെ മദർ സൈഡ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആണ്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയുകയല്ല. മേ ബി അവരെന്തെങ്കിലും ഒരു ഫേസിലൂടെ സഫർ ചെയ്യായിരിക്കാം, പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സീനുണ്ട് അവർക്ക്. ഡൗട്ട് ഇവര് ആ സമയത്ത് കേസ് നമ്മളാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജനുവരി 15 ആയപ്പോ അതൊക്കെ നമുക്ക് പറയാം. അത് ഞാൻ എന്റേക്ക് ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യല്ല, ഞാനും അത് വിചാരിക്കരുത്. കാരണം ഞാൻ ഒരു പാറ്റേണിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. സോ അത് ആളുകൾക്ക് കൂടുതൽ കൺവേ ചെയ്യാൻ വേണ്ടി ഈ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ആ പാറ്റേൺ ബ്രേക്ക്. ഓക്കെ, സോറി സ്നേഹ, സോറി ഫോർ മൈ വ്യൂവേഴ്സ് ഓൾസോ, ബിക്കോസ് ഞാൻ സ്നേഹനെ എപ്പോഴും കയറിയിട്ട് ഇന്റർഫിയർ ചെയ്യാറുണ്ട്. ഞാൻ എന്താ പറയുക, എനിക്ക് എന്റെ കണ്ടന്റ് ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ എനിക്ക് ഒപ്പം ഒരാളെ ഇരുത്തി കഴിഞ്ഞാൽ
ഇവർ ആ കണ്ടന്റിന്റെ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടാണ് പോകും. കാഷ്വൽ ഒരു കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും. ഇമ്പോർട്ടന്റ് കോണ്ടന്റിൽ ഞാൻ എടുത്തു വെക്കുന്ന ഒരു പാറ്റേണിൽ ഇവർ കയറി ഇന്റർഫിയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് ഇന്റർഫിയർ ചെയ്താൽ ഞാൻ എടുത്തു വെച്ച കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ ആവും. അതുകൊണ്ടാണ് ഞാൻ ചാടി കയറുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ ഈ ഒരു കോമെന്റ് ഇട്ട അക്കൗണ്ടിനെ വേണമെന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് സൈബർ സെല്ലിന് മെറ്റ വഴി ഇവർക്ക് ഈ അക്കൗണ്ടിന്റെ ഓണർ ആരാണോ അയാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മേ ബി ഇയാൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റുമായിരിക്കും. ഫൈൻ, ഓക്കെ. ആ നോട്ടിൽ ഞാൻ എന്താണെങ്കിലും അതവിടെ നിൽക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു വരാൻ പോണ കാര്യം, ഇപ്പൊ എന്താണെങ്കിലും ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാണെന്നുള്ള വക്കിലാണല്ലോ നിൽക്കുന്നത്. ക്ലോസ് ചെയ്താൽ ഞാൻ കണ്ടു 2 ദിവസം മുന്നേ. ഇനി എന്റെ സംശയങ്ങൾ, ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി അടക്കം വന്ന് പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞതാണ് ഈ മിഹിർ അനുഭവിച്ച ഓരോ കാര്യങ്ങളും അമ്മയുടെ ലെറ്റർ വഴി അറിഞ്ഞു എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ഇതിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. മരണപ്പെടുന്നതിന് തലേ ദിവസം സ്കൂളിനുള്ളിൽ വെച്ചും സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ചും തൻ്റെ മകന് ചില വിദ്യാർത്ഥികളിൽ നിന്ന് അതിക്രൂരമായ റാഗിങ്ങും ശാരീരിക ഉപദ്രവവും അനുഭവപ്പെടേണ്ടി വന്നതായി മകൻ്റെ കൂട്ടുകാരിൽ നിന്നും സാമൂഹ്യ മാധ്യമ സന്ദേശങ്ങളിൽ നിന്നും തങ്ങൾക്ക് വിവരം ലഭിച്ചതായി കുട്ടിയുടെ മാതാവ് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് അറിയിച്ചു എന്നാ പറഞ്ഞേ? കൂട്ടുകാരിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും മിഹിറിന്റെ ഉമ്മാക്ക് കിട്ടിയ വിവരങ്ങൾ എന്നാണ് പറയുന്നത്. സി, ഇപ്പോ ഷഹബാസിന്റെ കേസ് ഉണ്ടായി, എല്ലാ മീഡിയയിലും ആ കാര്യങ്ങൾ വന്നു. ഇവരുടെ ചാറ്റ് അടക്കം സ്ക്രീൻ അടക്കം പലർക്കും, ഇപ്പം എനിക്ക് കിട്ടുന്ന പോലെ പലർക്കും മീഡിയയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാം എല്ലാവരുടെ കയ്യിലും എത്തുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ വിഷയം ഇത് ഭയങ്കര സെൻസേഷണൽ കേസാണ്. ഇപ്പോൾ ഷഹബാസ് കേസ് പോലെ അല്ല മിഹിറിന്റെ കേസ്, സെൻസിറ്റീവ് കേസ്, ഭയങ്കര സെൻസിറ്റീവോ സെൻസേഷണൽ കേസാണ്. ഇതിൽ ഈ അമ്മ ആദ്യം വന്നിട്ട ആ പോസ്റ്റിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ ഈ ചാറ്റിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക്, ടോപ്പ് ടു ബോട്ടം, ഓക്കെ, എവിടെയില്ല. ഓക്കെ, ലിറ്ററലി ഇല്ല. ഇനി ഓക്കെ, അത് കിട്ടണ്ട, എല്ലാം കിട്ടണമെന്നില്ല. പക്ഷേ പോലീസുകാർക്ക് ഇപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത്, ഇത് റാഗിങ്ങിന്റെ തെളിവായിട്ട് ഇവർ കാണിച്ചിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള എന്താണ്, പോസ്റ്റുകളാണ് അല്ലേ? ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഓബിയസ്ലി ആർക്ക് കിട്ടിക്കാണും? പോലീസുകാർക്ക് കിട്ടിക്കാണുമല്ലോ. പോലീസുകാർക്ക് കിട്ടാതിരിക്കുന്നില്ലല്ലോ ഈ ഒരു പോസ്റ്റുകൾ. ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ലെറ്റ്സേ അവർ പറഞ്ഞ പോലെ അവർക്ക് കിട്ടിയ ഈ പോസ്റ്റുകളും ഈ ഗ്രൂപ്പ് ചാറ്റുകളും, ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം ചാറ്റ്സ് ആണ്, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളാണ്. ഇതിനകത്ത് ഇവർ ഈ പറഞ്ഞ മറ്റേ എഫ് വേർഡ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സംസാരങ്ങളും ഇവരുടെ വർത്താനങ്ങളും ഇത് ഉപയോഗിച്ചത് ആരാന്നും ഇതിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒക്കെ പോലീസുകാർ നോക്കിക്കാണുമല്ലോ. ഈ എൻറ്റയർ ഗ്രൂപ്പ് ചാറ്റ് അവർ നോക്കിക്കാണും ഇല്ലേ? എന്നിട്ട് പോലും അത് റാഗിങ്ങിലേക്കൊരു തെളിവായിട്ട് കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 2 റീസൺസ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ആ റാഗിങ് ആരോപണം വന്ന കുട്ടികൾ അത്രയും പവർഫുൾ ആവണം, അവർക്ക് പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവരാവണം. ബട്ട് ഐ വിൽ സേ ദിസ്, ഇനി എത്ര ആൾക്കാർ അപ്പുറത്ത് പവർഫുൾ ആണെങ്കിലും ഇപ്പുറത്തുള്ള ടീം അതിലും സ്ട്രോങ് ആണ്. മിഹിറിന്റെ മദർ സൈഡ് അതിലും സ്ട്രോങ് ആണ്. ഓക്കെ, അത് എൻ്റെ പേഴ്സണലി ഞാൻ ചെക്ക് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇനി പോലീസുകാർക്ക് എവിടെയെങ്കിലും ഒരു തുമ്പ്, ഇത്രയും ചാറ്റും ഇത്രയും ഡീറ്റെയിൽസും ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ സാധനങ്ങൾ മിഹിറിൻ്റെ ഉമ്മ പുറത്തു വിട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു സ്കൂളിനകത്ത് ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു കോണ്ടന്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഹിറിന് ഒരു സ്കൂളിൽ നിന്ന് മാറ്റാൻ കാരണം, വേറൊരു സ്കൂളിലേക്ക് മാറ്റാൻ കാരണം ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഉണ്ട്, ഒരു ഗേളുമായിട്ടുള്ള ഒരു വിഷയം. അതിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു 2K കിഡ്സിൻ്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും ഉള്ള എന്താ പറയുക ഒരു വെല്ലുവിളി, വർത്താനങ്ങൾ, പ്രശ്നങ്ങൾ, അത് അവർ ഇപ്പോഴത്തെ നമ്മൾ ഉള്ളപ്പോഴുള്ളൊരു ലൈഫ് സ്റ്റൈലോ കൾച്ചറോ ഒരു എന്താ പറയുക മൈൻഡ് സെറ്റോ അല്ല ഇപ്പോഴുള്ളവർക്ക്. ഇപ്പോഴുള്ളവരത് അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോകുന്ന, ചിലത് എക്സ്ട്രീം വിട്ടു പോകും. ഇപ്പോൾ ഷഹബാസ് കേസ് പോലെ ഒരു ലൈനൊക്കെ വിട്ടിട്ട് ഭയങ്കരമായിട്ട് വേറെ രീതിക്ക് പോകും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ ചാറ്റുകളിൽ നിന്നോ ഇവരുടെ ഈ വെച്ച തെളിവുകളിൽ നിന്നോ ഒന്നും റാഗിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ ചാറ്റുകളൊക്കെ ന്യൂട്രലായ, ഇവർ വെച്ച തെളിവുകളൊക്കെ ന്യൂട്രലായ. ഓക്കെ, പിന്നെ ഇത് വെച്ചൊരു പാറ്റേൺ. ഇനിയാണ് ഞാൻ PR-ന്റെ കാര്യങ്ങളിലേക്ക് വരുന്നത്. ഈ തെളിവുകൾ വെച്ച ചാറ്റ് സ്ക്രീൻസ് വെച്ച പാറ്റേണിൽ തന്നെ അതിൽ ഇന്ന കാര്യങ്ങൾ മാത്രം മതി എന്നുള്ള രീതിക്ക് ഒരു പാറ്റേൺ ഉണ്ട്. മേ ബി അത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും.
അല്ലേ? അങ്ങനെ ആവാൻ സാധ്യതയില്ല. അതെ. ആവശ്യമുള്ളത് മാത്രം എന്നുള്ള രീതിക്കാവാം. ഓക്കെ, ഇനിയിപ്പോൾ അത് വേറെ കുറേ കേസുകളുടെ ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പുറത്തു വിടുക എന്നുള്ള ഒരു പാറ്റേൺ ആയിരിക്കാം. അതുകൊണ്ട് അതൊരു PR എലമെന്റ് ആണെന്ന് വെച്ചാൽ 50-50 ചാൻസേ പറയാൻ പറ്റൂ. പക്ഷേ മിഹിറിൻ്റെ ഉമ്മ പബ്ലിക്കിലേക്ക് എഴുതിയിട്ട ഫസ്റ്റ് പോസ്റ്റ് മുതൽ January 30 അതാണ് ഫസ്റ്റ് പോസ്റ്റ് വന്നിട്ടുള്ളത്. എ മദേഴ്സ് പ്ലീ ഫോർ ജസ്റ്റിസ്, മൈ സൺസ് ലൈഫ് കട്ട് ഷോർട്ട് ബൈ ബ്രൂട്ടൽ റാഗിങ്. ഈ ഒരു പോസ്റ്റിൻ്റെ ടോപ്പ് ടു ബോട്ടം എഴുതിയ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് എനിക്കിത് തോന്നിയിട്ടില്ല, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഈ കേസിൻ്റെ കുറേ കാര്യങ്ങളിലൂടെ കുറേ സംഗതികളിലൂടെ പോയപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം, മിഹിറിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ ആ വ്യക്തി ഇങ്ങനൊരു പോസ്റ്റ് കപ്പാസിറ്റി ഉണ്ടാവുമായിരിക്കും, അവർക്ക് പറ്റുമായിരിക്കും. പക്ഷേ അവരിയ്ക്കുന്നൊരു മൈൻഡ് സെറ്റിലും അവരെ മകൻ നഷ്ടപ്പെട്ടൊരു സ്റ്റേജിലും ഒന്നില്ലെങ്കിൽ അവർ മോർ പവർഫുൾ, അവർ ഭയങ്കര പവർഫുള്ള്, അവർ ഭയങ്കര എന്താ പറയുക അത്രയും സ്ട്രോങ് ലേഡി ആയിട്ടായിരിക്കണം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റ്. ബട്ട് സ്റ്റിൽ ഐ ഹാവ് എ സ്ട്രോങ് ഡൗട്ട് ഇത് മേ ബി ഒരു അഡ്വക്കേറ്റ് എഴുതി കൊടുത്തതായിരിക്കും. എനിക്കിതിൻ്റെ ഒരു ഫോർമാറ്റ് കണ്ടിട്ട് ഇതെനിക്ക് സംശയങ്ങൾ വരുന്നത് എപ്പോഴാണ് അറിയോ, ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ മിഹിറിൻ്റെ ബയോളജിക്കൽ ഫാദറിൻ്റെ കേസ് ഇതിന് മുമ്പേ പോലീസിന് പോയിട്ടുണ്ട്. കാരണം ഇതിൽ മിഹിറിൻ്റെ ഉമ്മാൻ്റെ പോസ്റ്റിൻ്റെ ഡേറ്റ് ഇവിടെയാണ് ഈ പറഞ്ഞ January 30 ഈ പോസ്റ്റ് വരുന്നത്. ഈ റാഗിങ്ങിൻ്റെ ഇഷ്യൂ പറഞ്ഞിട്ടുള്ള ഈ സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ടുള്ള പോസ്റ്റ് വരുന്നത്. ഈ പോസ്റ്റ് വന്നതിന് ശേഷം ഈ പോസ്റ്റ് വന്നതിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പ് ആണ്. ഇത് ടേക്കപ്പ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഇന്ത്യ മൊത്തം ടേക്കപ്പ് ചെയ്യാണ്. ഇപ്പൊ ഷഹബാസിന്റെ ഇഷ്യൂ ഒന്നും എവിടെ മാത്രം ഒതുങ്ങി, കേരളത്തിൽ മാത്രം ഒതുങ്ങി. പക്ഷെ അത് റാഗിങ് എന്നുള്ള സാധനം വന്നപ്പോ ഇത് കുറെ പേജുകള് കുറെ സ്ഥലങ്ങള് ഭയങ്കരമായിട്ട് ഇത് ടേക്കപ്പ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ഈ സംഗതി ടേക്കപ്പ് ചെയ്യുന്നു. ഓക്കെ, അത് ചെയ്യാതിരിക്കാൻ വേണ്ട, അത് ചെയ്യാം. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ PR എലമെന്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റി ചിന്തിക്കാം, മാറ്റി നിർത്തി അല്ലെങ്കിൽ മാറി വന്നു എന്നുള്ളത് ചിന്തിക്കാം. ബട്ട് സ്റ്റിൽ ഒരു വൈറ്റൽ കാര്യം എന്താ വെച്ചെങ്കിൽ ഈ മിഹിർ മരിച്ചതിന് ശേഷം എന്താണെങ്കിലും പോലീസുകാർ അവിടെ ചെന്നിട്ടുണ്ടാവുമല്ലോ. ഇൻവെസ്റ്റിഗേഷൻ അന്ന് തുടങ്ങി 15-ാം തീയതി കുട്ടി മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 20-ാം തീയതി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. ഇങ്ങനെ ഒരു പബ്ലിക് പോസ്റ്റ് വരുമ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനടക്കം ഈ ബ്രൂട്ടൽ റാഗിങ്ങിൻ്റെ എലമെൻറ്റ് മനസ്സിലാവുന്നു. അതിനുശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുവരെ ഈ കേസിൽ എവിടെയും ഇവരാരും പറഞ്ഞതിലില്ല എന്നാണ് എൻ്റെ അറിവ്. ചിലപ്പോൾ ഞാൻ റോങ് ആയിരിക്കാം. 30-ാം തീയതി വരെ എത്തി, അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത്. ചിലപ്പോൾ ഇവർക്ക് ഇത് 29-ാം തീയതി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയതായിരിക്കും. അങ്ങനെയൊക്കെ വരാട്ടോ. നമ്മൾ ഡൗട്ട്സ് ആണ് ചോദിക്കുന്നത്, നമ്മളെ സംശയങ്ങളാണ് ഉന്നയിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയും വരാം, അങ്ങനെ ആയിക്കൂടാ, ആവാം, ഒരു കുഴപ്പമില്ല. 29-ാം തീയതിയോ കിട്ടി, 30-ാം തീയതി എന്ത് ചെയ്തു, അവർ മൊത്തം പോസ്റ്റ് ചെയ്തു. ചിലപ്പോൾ ഇനി അവരും ആയിരിക്കില്ല, അവർക്ക് ആരെങ്കിലും എഴുതി കൊടുത്തതുമായിരിക്കും. ഫൈൻ, കാരണം പബ്ലിക്കായിട്ടൊരു പോസ്റ്റ് ഇടണം, വെൽ ആൻഡ് ഗുഡ്, ഒരു കുഴപ്പമില്ല. ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം തേടാം, അവർക്കത് പോസ്റ്റ് ചെയ്യിക്കാം. അല്ലെങ്കിൽ അവരുടെ തന്നെ ഫാമിലിയോ ഫ്രണ്ട്സോ എന്ത് ചെയ്യാം, ഒരു പോസ്റ്റിന് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാം. ഫൈൻ, അവിടെയും നിൽക്കുന്നില്ല കാര്യങ്ങൾ. ഈ ഒരു പോസ്റ്റ് കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്ത അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഓരോ പോസ്റ്റുകളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റ് സഹിതം ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഫൈൻ, ഈ പോസ്റ്റുകൾ ഓരോന്നും വന്ന ഡേറ്റുകൾ, അതായത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേ ഈ മിഹിറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മിഹിർ സ്കൂളിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള അവരുടെ എക്സ്പ്ലനേഷൻ ഒക്കെ വരുമ്പോഴും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്കൂളിനെതിരെയുള്ള പോസ്റ്റുകൾ, അല്ലെങ്കിൽ എന്തിനും സ്കൂൾ ഇത് ചെയ്യുന്നു, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ സ്കൂളുകാർ എന്ത് പറയുന്നുണ്ട്, ഇതിലൊന്നും റെസ്പോണ്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് February 4-ാം തീയതി ഇവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം February 5-ാം തീയതി ഇവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ കണ്ടിന്യൂസ്ലി പോസ്റ്റുകൾ ഇട്ടിരുന്നു. അറ്റ് എ സർട്ടൻ സ്റ്റേജ്, ഒരു പെർട്ടിക്കുലർ സ്റ്റേജ്, മിഹിറിൻ്റെ ബയോളജിക്കൽ ഫാദറിൻ്റെ പോസ്റ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ സ്ക്രീൻഷോട്ട്സും വരുന്നതോട് കൂടിയിട്ട് എൻറ്റയർ സോഷ്യൽ മീഡിയ സൈലന്റ്. അതെ, ഞാനും ആലോചിച്ചു, അത് വന്നതോട് കൂടി പിന്നെ ഒരു സാധനം ഇത് വരാൻ. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഫസ്റ്റ് മിഹിറിൻ്റെ ബയോളജിക്കൽ ഫാദർ കേസ് കൊടുക്കുന്നത്, പരാതി കൊടുത്തത് January 21-ാം തീയതിയാണ്. 15-ാം തീയതി മരിച്ചിട്ട് 21-ാം തീയതിയാണ് ആ ഫാദർ കേസ് കൊടുക്കുന്നത്. ഫൈൻ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ 30-ാം തീയതിയാണ് എന്ത് വരുന്നത്,
ഉമ്മാന്റെ ഭാഗത്ത് പോസ്റ്റ് വന്നത്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇവർ സെപ്പറേറ്റഡ് ആണെങ്കിലും ഇവർ തമ്മിൽ കുട്ടിയുടെ കാര്യത്തിൽ എന്തുണ്ട്, കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്. ഇവർ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു, ഇപ്പോൾ സാധാരണ ഡിവോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടോ മാറുന്നവർ ചിലപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ ഇഗ്നോർ ചെയ്ത് പോകും. ഈവൻ കുട്ടി ഉണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ എന്തുണ്ടാവില്ല, അവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവില്ല. ആ രണ്ട് പേഴ്സൺസ് തമ്മിലുണ്ടാവില്ല, കുട്ടിയായിട്ടുണ്ടാവും അത്രേ ഉള്ളൂ. പക്ഷെ ഇവർ കുട്ടിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് രണ്ടുപേരും എന്താണ് ഒരുപോലെ ഇൻവോൾവ് ആവുന്നത്, ആക്ച്വലി അവർ ഓക്കെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ബയോളജിക്കൽ ഫാദർ വന്നിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ്, പരാതി പോലീസിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബയോളജിക്കൽ ഫാദറും എന്തറിഞ്ഞിട്ടില്ല, 21-ാം തീയതി വരെ ഈ റാഗിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. സോ 21-ഉം 30-ഉം ഈ പോസ്റ്റ് വരുന്ന ദിവസത്തിനിടയിലായിരിക്കണം മേ ബി ഇവർ ഈ റാഗിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്. ആര്? ഈ ഉമ്മ. ഓക്കെ, അതുകൊണ്ടാണല്ലോ 30-ാം തീയതി പോസ്റ്റ് വന്നത്. ഫൈൻ, അതോടെ നിൽക്കട്ടെ. ഇനി ഇതിനകത്ത് ഈ ഉപ്പ അന്ന് എല്ലാ ചാനൽസിനും കൊടുത്ത സ്ക്രീൻഷോട്ടുകൾ, ഈ സ്ക്രീൻഷോട്ടുകൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടുകളെ കുറിച്ചിട്ട് ആ സ്ക്രീൻഷോട്ടുകളുടെ അകത്തുനിന്ന് തന്നെ വെരി എവിഡൻ്റ് ആണ് മിഹിർ ആ ഉമ്മാടൊപ്പം നിൽക്കുന്നതിൽ മിഹിറിൻ്റെതായിട്ടുള്ള കുറേ, അത് കുട്ടികൾക്ക് വരുകൂടി പറയാൻ പറ്റില്ല. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, മനസ്സിലായോ? നമ്മൾ ആ പെയിനെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനത് തിരിച്ച് ഇപ്പോൾ മിഹിറിനെ ഒരു ഉമ്മ തല്ലിയതടക്കം, പക്ഷെ അത് നമുക്ക് ഉമ്മയാണ് തല്ലിയത് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ ഉമ്മയാണ്, മകനാണ്, എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ തല്ലാം. ഓക്കെ, തല്ലാം എന്നല്ല, തല്ലാൻ പാടില്ല, ബട്ട് അങ്ങനെ സംഭവിച്ചു പോയി. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ആരോട് ഷെയർ ചെയ്തിട്ടുണ്ട്? ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, അവര് കുറെ വർഷങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ വീണ്ടും ഒന്നും കൂടി സൈഡിൽ ഇങ്ങനെ റൺ ചെയ്ത് വെക്കാം. ഫൈൻ. അപ്പൊ ഈ ഉപ്പാനായിട്ട് ഈ കുട്ടിക്ക് കണക്ഷനും ഉണ്ട്, നല്ല കണക്ഷൻ ഉണ്ട്. ആ വീട്ടിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല, കുട്ടി തിരിച്ച് ഉപ്പാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള റിക്വസ്റ്റ് ഒക്കെ ഉപ്പാനോട് കുട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് ഞാൻ ചോദിക്കുന്നത്, മിഹിറിന്റെ ഉപ്പാന്റെ പിതാവിന്റെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവന ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഈ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ മിഹിറിൻ്റെ ഉപ്പ പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾ, ഇത് ഞാൻ അന്നത്തെ എൻ്റെ വീഡിയോനകത്ത് ഞാൻ സ്നേഹം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷെഫീഖ് മാടമ്പട്ട്, മിഹിർ അഹമ്മദിന്റെ പിതാവ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നീറി പുകഞ്ഞു കഴിയുന്നതിനിടയിൽ മാധ്യമങ്ങളോടോ പൊതുസമൂഹത്തോടോ ഞാനൊന്നും പറയാതെ ഇരുന്ന എന്റെ മകന്റെ വേർപാടിന് ഒരു വീഴ്പ്പലക്കലിലേക്ക് പോകാൻ അനുവദിക്കരുതെന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി വന്നുകൊണ്ടിരിക്കുന്ന പബ്ലിക് റിലേഷൻസ് സ്റ്റണ്ട് കാണുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ചില മാധ്യമങ്ങളിൽ വന്ന പോലീസിനുള്ള എന്റെ പരാതി അതിന്റെ തീയതി പരാമർശിക്കാതെയാണ് വന്നത്. ജനുവരി 21-ന് ഇപ്പോഴത്തെ റാഗിംഗ് മാത്രം നെറേറ്റീവ് പ്രബലമാവുന്നതിന് വളരെ മുമ്പ് സമർപ്പിച്ച എന്റെ പരാതിയിലെ പ്രധാന ഭാഗം ഇതായിരുന്നു. മിഹിർ സ്കൂളിൽ നിന്നും അപ്പാർട്ട്മെന്റിൽ എത്തിയതിനു ശേഷവും മരണം നടക്കുന്നതിനിടയിൽ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നും പ്രസ്തുത സമയം ആരെല്ലാം ആ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു എന്നും ഒന്നും വ്യക്തമല്ല. ഈ സംഗതികളെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി എന്റെ മകന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ട് എന്റെ സംഘടനത്തിന് നിവൃത്തി ഉണ്ടാക്കി തരണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിന് പല കാരണങ്ങളുണ്ട്. ജെം സ്കൂളിൽ മിഹിറിനുണ്ടായ പ്രശ്നങ്ങളോ അവിടെ നിന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറിയതോ എന്നെ അറിയിച്ചിരുന്നില്ല. മിഹിറുമായി ബന്ധപ്പെട്ട നിസ്സാര സംഗതികൾ പോലും, ഉദാഹരണം അവന് ഫോൺ വാങ്ങുന്ന കാര്യം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് എന്റെ മകനുമായി ബന്ധപ്പെട്ട ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നോട് മറച്ചു വെച്ചത്? ഒരു ഫോൺ സംഭാഷണത്തിൽ മിഹിർ പറഞ്ഞപ്പോഴാണ് സ്കൂൾ മാറിയെന്ന് ഞാൻ അറിയുന്നത്. അത് തന്നെ അറിയാതെ പറഞ്ഞു പോയതായിരുന്നു. ഇത് എന്നോട് പറയരുതെന്ന് അവനോട് ആരെങ്കിലും നിഷ്കർഷിച്ചിരുന്നോ? മിഹിറിന്റെ മരണശേഷം എന്റെ മുൻ ഭാര്യയുടെ, മിഹിറിന്റെ ഉമ്മയുടെ ബന്ധുക്കളിൽ നിന്ന് ഞാനും എന്റെ കുടുംബാംഗങ്ങളും കേട്ട കാര്യങ്ങൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പ്രകടമായിരുന്നു. മിഹിറിന്റെ 2ാം അച്ഛൻ സലീം അവനെ മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും അവൻ സംഭാഷണ മധ്യേ ഫോൺ കട്ട് ചെയ്തുവെന്നും പിന്നീട് സലീം മിഹിറിന്റെ ഫോണിലും വീട്ടിലെ വേലക്കാരുടെ ഫോണിലും മറ്റും അവനെ വിളിക്കാൻ നിരന്തരമായി പരിശ്രമിച്ചുവെന്നും അവൻ ഫോൺ എടുക്കാൻ വിസമ്മതിച്ചുവെന്നും പ്രാഥമിക മൊഴിയിൽ വ്യക്തമാണ്. ഫോൺ കട്ട് ചെയ്ത ശേഷം അങ്ങനെ വീണ്ടും അദ്ദേഹം വിളിക്കാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? ഈ കാര്യം അദ്ദേഹം അപ്പോൾ രചനയെ വിളിച്ചറിയിച്ചിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് വേലക്കാരി രചനയോട് പറഞ്ഞെങ്കിൽ രചന എങ്ങനെയാണ് പ്രതികരിച്ചത്? പറഞ്ഞില്ലെങ്കിൽ അതെന്തുകൊണ്ടാവാം? സലീമും മിഹിറും തമ്മിൽ അവൻ ഫോൺ കട്ട് ചെയ്തതുവരെ എന്താണ് പറഞ്ഞത്? താഴേക്ക് ചാടിയ മിഹിറിനെ ആദ്യം ഓടിയെത്തി കണ്ടവരിൽ അവന്റെ ഉമ്മ ഉണ്ടായിരുന്നു എന്ന് വിശ്വസനീയ വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നു. അപ്പോൾ അവർ വീട്ടിലുണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിലെത്തിയെന്നോ ഇതിൽ നിന്ന് വ്യക്തമാണ്. മിഹിറിന്റെ ഗൃഹാന്തരീക്ഷം കലുഷവും വിഷാദജനകവുമായിരുന്നു എന്ന് അവനും ഞാനുമായുള്ള ചാറ്റുകളിൽ വ്യക്തമാണ്. ആ സ്ക്രീൻഷോട്ടുകളിൽ ചിലതാണ് ഞാനിപ്പോൾ പുറത്തുവിടുന്നത്. കുട്ടി ഇത്രയും വഷളായ ഒരവസ്ഥയിൽ വീട്ടിലും സ്കൂളിലും ഉണ്ടായിട്ട്
കുട്ടിക്ക് കൗൺസിലിങ്ങോ മറ്റോ നൽകാനുള്ള ഒരു ഉദ്യമവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണത്? മിഹിറിനെ ജംസ് സ്കൂളിൽ നിന്ന് മാറ്റിയത് അവന്റെ താല്പര്യത്തിനെതിരായി സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥനയെ അവഗണിച്ച് വാശിയുടെ പുറത്ത് ചെയ്തതാണെന്ന് സ്പഷ്ടമാണ്. സലീം സ്കൂളിൽ ഒരു കലുഷമായ രംഗം സൃഷ്ടിച്ച ശേഷം TC വാങ്ങുകയാണ് ഉണ്ടായത്. എന്തിനായിരുന്നു അത്? സ്കൂൾ അധികൃതർ പ്രത്യേകിച്ച് വൈസ് പ്രിൻസിപ്പൽ കുട്ടിയെ വളരെ മോശമായാണ് കൈകാര്യം ചെയ്തത്. TC വാങ്ങിയ ശേഷമെങ്കിലും അതിനെതിരെ എന്തുകൊണ്ട് പരാതി നൽകിയില്ല? ഇനി പറയാനുള്ളത് റാഗിങ്ങിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ അത് മാത്രമാണ് മിഹിറിന്റെ മരണകാരണം എന്ന PR സ്റ്റഡിനെ കുറിച്ചാണ്. അന്വേഷണം നടക്കുന്ന കാര്യമാണ്. സത്യം പുറത്തു വരട്ടെ. പക്ഷെ കുറെ ചോദ്യങ്ങൾ അലട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അവന്റെ മരണം വരെ ആരും ഇതറിഞ്ഞില്ല? ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ചയായിട്ട് ഒരാൾ പോലും സാക്ഷിയായോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പോലും ഇതുവരെ രംഗത്ത് വന്നില്ല. രണ്ടാം അച്ഛൻ സലീമിന്റെ ആദ്യ ഭാര്യയിലുള്ള മകൻ മാത്രമാണ് രംഗത്ത് വന്നത്. അവൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ ഇതുവരെ കാത്തിരുന്നത്? നിഷ്ഠുരമായ പീഡനത്തിന് മിഹിർ വിധേയനായിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ആരും അതറിയാതിരുന്നത്? മിഹിർ എല്ലാം തുറന്നു പറയുന്ന അവന്റെ പ്രിയപ്പെട്ട കസിനോട് പോലും ഇതൊന്നും പരാമർശിക്കുക പോലും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? മരിച്ച ദിവസം സലീമിനെ സ്കൂളിൽ വിളിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അവർ തമ്മിൽ ഫോണിൽ വഹിക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് സംസാരിച്ചത്. വിളിപ്പിക്കാനിടയ സംഭവത്തിൽ മിഹിറിന് സാക്ഷി എന്നതിലപ്പുറം പങ്കില്ലെന്നാണ് സ്കൂൾ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു വിളിപ്പിച്ചതിന്റെ കാരണം? മിഹിർ പ്രശ്നക്കാരനാണെന്ന മട്ടിൽ സ്കൂൾ ഇറക്കിയ പ്രസ്താവന ഈ സന്ദർഭത്തിൽ പ്രസക്തമാകുന്നു. അവർ തന്നെ പറഞ്ഞതിന് വിരുദ്ധമായി എന്റെ മകനെ കുഴപ്പക്കാരനായി ചിത്രീകരിക്കുന്ന ആ പ്രസ്താവന എന്തിനായിരുന്നു? ഇക്കാര്യത്തിൽ സ്കൂൾ മാപ്പ് പറയണം. സലീമും സ്കൂൾ അധികൃതരും എന്താണ് സംസാരിച്ചതെന്ന് വിശദമായി പൊതുസമൂഹത്തോട് പറയണം. പോലീസ് അന്വേഷണം ഏറെക്കുറെ ശരിയായ രീതിയിലാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. ഇപ്പോഴത്തെ PR അതിൽ മാറ്റമുണ്ടാക്കിയോ എന്നറിയില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമല്ല, മിഹിർ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പും മറ്റും പോലീസ് എടുത്തു കൊണ്ടുപോയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അവന്റെ ഫോൺ ഏതാനും മാസമേ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. ലാപ്ടോപ്പിൽ പ്രധാന വിവരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോലീസിന്റെ കയ്യിലുള്ള അവന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയോ? ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങളോ മറ്റോ കണ്ടെത്തിയോ? അവന്റെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ച ചുരുക്കത്തിൽ ദുരൂഹതകൾ ഒരുപാട് അവശേഷിക്കുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ തുടരുന്ന PR കളി. ഈ സാഹചര്യത്തിലാണ് ഞാൻ എന്റെ മകനുമായുള്ള സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടാൻ നിർബന്ധിതനാവുന്നത്. അവന്റെ കൂടെ ഇല്ലാത്ത പിതാവ് എന്ന നിലയ്ക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ വൻ ദുരന്തത്തിന് എനിക്ക് ധാർമ്മികവും വൈകാരികവുമായ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ അവന്റെ ഉമ്മയ്ക്കും. അത് കഴിഞ്ഞ് വരുന്നുള്ളൂ പുറത്തുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ. സമഗ്രമായ സ്വാധീനങ്ങൾക്കും മാധ്യമ ക്യാമ്പയിനുകൾക്കും വഴങ്ങാത്ത സമഗ്രമായ അന്വേഷണമാണ് ആവശ്യം. അത് മാത്രമേ എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ. ഷെഫീഖ് മാടമ്പാട്ട്. പല സംശയങ്ങളും. മരണ ദിവസം, ഈ കുട്ടി മരിച്ച ദിവസം മിഹിറിന്റെ ഫ്ലാറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിലേക്ക് തന്നെയാണ് മിഹിറിന്റെ ഉപ്പാന്റെ സംശയങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഉപ്പ കൊടുത്ത കംപ്ലൈന്റും മിഹിറിന്റെ ഉപ്പാന്റെ ഈ ക്വസ്റ്റ്യൻസും വാലിഡാണ്. റാഗിങ് ഒഴിവായി, അസ്വാഭാവികമായിട്ടുള്ള മരണമാണ്. അപ്പോൾ ഈ ഉപ്പാന്റെ ഈ ചോദ്യങ്ങൾ വാലിഡ് അല്ലേ? അത് കഴിഞ്ഞപ്പോ അങ്ങോട്ടൊക്കെ നിന്നു. അതൊന്നും ആരും ഈ ഒരു ചോദ്യങ്ങളും ഈ പറഞ്ഞ ചാറ്റുകളും ഈ പറഞ്ഞിട്ടുള്ള ഉപ്പാന്റെ കംപ്ലൈന്റിന്റെ കാര്യങ്ങൾ പുറത്തു വരുന്നതോടും കൂടിയിട്ട് എല്ലാം തീർന്നു. റാഗിങ് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ ഫ്രാഗിങ് അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞിട്ടുള്ള എണ്ണി പറഞ്ഞിട്ടുള്ള ഈ ഓരോ പോയിന്റുകൾ, വീട്ടിൽ സംഭവിച്ച ഓരോ പോയിന്റുകൾ, ഇതിലേക്ക് അന്വേഷണം എന്തുകൊണ്ട് പോകുന്നില്ല? ആൻഡ് മിഹിറിന്റെ ഈ ഇൻസിഡന്റ് ഉണ്ടായ ദിവസം മിഹിറിന്റെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന മെയ്ഡിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യനാണ്. വേലക്കാരിയെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? കാരണം അവരത് ഓബിയസ്ലി കാണാൻ ചാൻസസ് ആർ ഹൈ. അവരാണ് എന്തോ പറഞ്ഞതോ ചാൻസ് ഉണ്ട്, അവർ ഹൈ ആണ് ചാൻസ്, അവർ കാണാൻ ചാൻസ് ഹൈ ആണ്. പിന്നെ ഈ പറഞ്ഞ ഫ്ലാറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അന്നേ ദിവസം ചോദ്യമാണ്. ഉപ്പ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇതില് മിഹിറിന്റെ ഡിവൈസ് ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആര് ഫോർമാറ്റ് ചെയ്തു? അത് റിട്രീവ് ചെയ്തിട്ടുണ്ടോ പോലീസ്? പിന്നെ ഇതില് ദൃക്സാക്ഷികളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആരെയും പറയുന്നില്ല. ദൃക്സാക്ഷികളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പറ്റിയോ പോലീസിനെ കൊണ്ട്? ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. അതായത് ദൃക്സാക്ഷിയായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെടുത്ത് പ്രോപ്പറായിട്ട് എന്താണെന്ന് സംഭവിച്ചതെന്നുള്ളത് പോലീസിന് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. ഇനി ഈ മിഹിറിൻ്റെ കാര്യത്തിൽ ഞാനിവിടെ ഒരു വീഡിയോ ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. ഫൈൻ. ഇതൊരു ലേഡിയുടെ ചാനലിൽ വന്നതാണ്. ആ ചാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ ആ ചാനലിൽ കയറി കണ്ടാൽ മതി. വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. മിഹിറിന്റെ ഉമ്മയോടാണ് ഞാൻ ചോദിക്കുന്നത്. ആ കുട്ടിക്ക് കൊടുക്കാൻ സമയം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക്? ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ കുട്ടി ഒരുപാട് വർഷങ്ങളായിട്ട് കുറെ ട്രോമയിലാണ്. ഇവൻ കുരുത്തം കെട്ടവനാണ്, സ്കൂളിൽ നിന്ന് കുരുത്തം കെട്ടവനാണെന്ന് പറയുന്നു, വീട്ടിൽ നിന്ന് കുരുത്തം കെട്ടവനാവുന്നു. അന്നത്തെ ദിവസം
ആ സ്കൂളിൽ അവന് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നമ്മൾ ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും തെളിവില്ല. ഉണ്ടായിട്ടുണ്ടാകാം. അവൻ അന്നേ ദിവസം എല്ലാ സ്കൂളിൽ നിന്ന് അവൻ പ്രശ്നം ഉണ്ടാക്കി അവന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവൻ വീട്ടിൽ കയറി വന്ന ദിവസം ഉറപ്പാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവന് സഹിക്കാൻ പറ്റാത്ത, കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവർ പോലും കൂടെ നിൽക്കില്ല, സഹിക്കാൻ പറ്റാത്ത എന്തോ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ മോനൊരു പ്രശ്നങ്ങളായി എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സഹിക്കും, എടാ നിന്നെ കൊണ്ട് എനിക്കിവിടെ സഹിക്കാം, നീ ഒറ്റൊരുത്തൻ ഈ വീട്ടിൽ പ്രശ്നങ്ങളുള്ളൂ. അത് ചിലപ്പോ ആ ഒരു സെന്റൻസ്, പുറത്തുള്ള അടിയോ തല്ലോ ഒക്കെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സെന്റൻസ് സഹിക്കാൻ പറ്റാതെ എൻ്റെ മോനെടുത്ത് ചാടിയ എനിക്ക് സമാധാനം ഉണ്ടാവോ? ഉണ്ടാവില്ല. ഭ്രാന്തിനെ പോലെ നടക്കും. പബ്ലിക് എന്ന രീതിയിൽ നിങ്ങൾ പബ്ലിക്കിലെ ഒരു പോസ്റ്റ് ഇട്ട സ്ഥിതിക്ക് അന്നേ ദിവസം ആ കുട്ടീനെ നിങ്ങൾ വഴക്ക് പറഞ്ഞില്ല, അന്നേ ദിവസം നിങ്ങൾ ഫ്ലാറ്റിൽ ഇല്ലായിരുന്നു എന്ന് പറയരുത്, നിങ്ങൾ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അത് ഞാൻ അറിഞ്ഞതുമാണ് കേട്ടോ, ഉള്ള കാര്യം പറയാം. എങ്ങനെ അറിഞ്ഞു എന്നുള്ളതൊന്നും പറയുന്നില്ല, ഞാൻ അറിഞ്ഞതാണ്. അന്നേ ദിവസം ആ കുട്ടീനെ നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. ഈ സെക്കൻഡ് ഫാദർ എന്ന് പറയുന്ന ആളും ഇവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവന് ഇത്രയും പ്രശ്നങ്ങൾ സ്കൂളിൽ നിന്നുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി, കുറ്റപ്പെടുത്തലും എല്ലാം കേട്ട് വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയൊരു സെന്റൻസ് ആണ് അവനെടുത്ത് ചാടാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മളുടെ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നു, വീട്ടിൽ നിന്ന് നമുക്കിത് കിട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ മിഹിർ എന്ന് പറയുന്ന ആളുടെ കൊച്ചിന്റെ അച്ഛൻ ഓപ്പണായിട്ട് പല കാര്യങ്ങളും ഇട്ടിട്ടും നിങ്ങൾ ഒരു രീതിയിൽ എതിർത്തിട്ടില്ല. ഒരു രീതിയിൽ എതിർക്കാനോ അത് റിജക്റ്റ് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. കാരണം എതിർത്ത് കഴിഞ്ഞാൽ അയാൾ വീണ്ടും പല കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കും, പല കാര്യങ്ങൾ തുറന്നടിക്കും. പുള്ളിക്കാരൻ ചൊറിയാൻ നിന്നിട്ടില്ല, നിക്കാതെ. പിന്നെ ഈ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ ഇവരുടെ ചാനലിൽ കയറിയിട്ട് കണ്ടാൽ മതി. ഞാൻ ചാനലിന്റെ സ്ക്രീൻഷോട്ട് ഒന്നുകൂടി വെക്കാം. ക്രിസ്റ്റൽ ബൈ സാറ എന്ന് പറഞ്ഞുള്ള ചാനലാണ്. ഈ ചാനലിനകത്താണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഉള്ളത്. ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ അതിൽ കയറിയാൽ നിങ്ങൾക്ക് ആ ചാനലിനകത്ത് കാണാൻ പറ്റും. ഞാൻ ഒരു കാര്യം കൂടിയും പറയാം. ഇവര് അങ്ങോട്ട് ചുമ്മാ വന്നിരുന്ന് സംസാരിച്ചതുമല്ല. ആ വീഡിയോ, അവരുടെ വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കണ്ടാൽ അവർക്ക് എന്താണ് അവർ പറയുന്നത്, എന്തുകൊണ്ടാണ് അവർ ഇതൊക്കെ പറയാണ്ടായ ഒരു കാരണം എന്നുള്ളത് കൃത്യമായിട്ട് ആ വീഡിയോയിലുണ്ട്. ഞാൻ ഈ ലേഡിയായിട്ട് കോണ്ടാക്ട് ചെയ്തതുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്കും എനിക്കോ ഇല്ലെങ്കിൽ മറ്റാർക്കും ഒരു കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പറ്റില്ല, അതാണ് അതിൻ്റെ ഒരു സംഗതി. അത് പറ്റില്ല. കാരണം ഇതിൻ്റെ ഞാൻ പറയാം, ഇതിൻ്റെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു PR സൈഡ് ഭയങ്കര സ്ട്രോങ് ആണ്. ഇതറിയുന്ന രാഷ്ട്രീയക്കാരടക്കം ഈ നാട്ടിലുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഫാക്ട്. ഓണസ്റ്റ്ലി ഇതറിയുന്ന രാഷ്ട്രീയക്കാരടക്കം ഈ നാട്ടിലുണ്ട്. പോലീസുകാരുടെ അവസ്ഥ പിന്നെ ഞാൻ പറയുന്നില്ല. കാരണം അവർക്ക് ലിറ്ററലി അവരുടെ കൈയും കാലൊക്കെ കെട്ടിയ അവസ്ഥയായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്നാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നടക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ആരെ മോശക്കാരനാക്കാനോ, ഇപ്പോൾ ഈ ലേഡി പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അത് പറയാം. ഓക്കെ, നമ്മൾ ആരെയും മോശക്കാരനാക്കാനും ഒരാളിലേക്കും ഒരു ആരോപണം ഉന്നയിക്കുകയല്ല. ചില ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് മിഹിറിൻ്റെ ബയോളജിക്കൽ ഫാദർ വന്നിട്ട് കുറേ അധികം കാര്യങ്ങൾ പബ്ലിക്കലി റിവീൽ ചെയ്ത സമയത്ത് എല്ലാ കാര്യത്തിനും പോസ്റ്റും സംഗതികളും എക്സ്പ്ലനേഷനും വരുന്ന സൈഡിൽ നിന്ന് ഇപ്പം അത് ആ ഉമ്മ തന്നെ പറയണമെന്നില്ല. അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ പറയാം. ഒന്നും കണ്ടില്ല. അന്ന് അവിടെ കട്ട് കഴിഞ്ഞു, ക്ലോസ്, ഡൺ, ഡസ്റ്റഡ്, അന്ന് തീർന്നതാണ്. അതും പിന്നെ ഇപ്പോൾ അടുത്ത 1.5 മാസം കൊണ്ട് അത് എല്ലാം കഴിഞ്ഞു, ക്ലോസും ചെയ്തു കേസ്. ഇത്രയും വലിയ ഗ്രാവിറ്റിയിൽ പോയൊരു കേസ്. ഓക്കെ, റാഗിങ്ങിന് ഒരു തുമ്പും ഇല്ല, ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പോലീസുകാർ ഒരു സാധനം അവർക്ക് കിട്ടിയില്ല. അവർക്ക് എന്തെങ്കിലും കിട്ടിയെന്നെങ്കിൽ അടക്കം അവരെന്ത് ചെയ്യും, അതിലൊരു തുമ്പുണ്ടാക്കി. ഒന്നും കിട്ടാത്തത് കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അസ്വാഭാവിക മരണം എന്ന് ഇപ്പോഴും പറയുന്ന മിഹിർ അഹമ്മദിന്റെ കേസ്, ഈ കേസ് എങ്ങനെ അസ്വാഭാവികത എവിടെ കിടക്കുന്നു പിന്നെ ഇതിൽ? അപ്പം പിന്നെ ഫാദർ പറഞ്ഞ ആ ഫ്ലാറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ള എലമെന്റിലേക്ക് തന്നെ പോലീസ് പോകണ്ടേ? അതാണെങ്കിൽ അന്വേഷിക്കണമില്ല, പറയാൻ പറ്റില്ല. അന്വേഷിക്കണില്ല എന്ന് എനിക്കൊരിക്കലും പറയാം. അന്വേഷിക്കുന്നുണ്ടാവും, അവർക്കും റീച്ച് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അവർക്കും. പക്ഷെ അത് ക്ലോസ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ക്ലോസ് ആയി എന്നാ പറഞ്ഞു. അപ്പുറത്തെ സൈഡിൽ അത് ഓണാണ്. പക്ഷെ എന്തുകൊണ്ട് അതിൻ്റെ
ഒരു ഫോർവേഡിങ്സും നടക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹ പറഞ്ഞ പോലെ ഇതിലങ്ങോട്ട് ക്ലോസ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയും ക്ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. റാഗിങ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാണ് അസ്വാഭാവികമായിട്ടുള്ള മരണം എന്ന് പറഞ്ഞിട്ട് റാഗിങ് ഇല്ല, പക്ഷെ എന്നാൽ അത് കേസ് ക്ലോസ് ചെയ്യാന്നുണ്ട്, ചിലപ്പോൾ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിലങ്ങനെ ചാൻസ് ഉണ്ട് കാരണം ഒരു ഹെവി സൈഡ് ആയതുകൊണ്ട് അത് ചാൻസ് കൂടുതലാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ആ ലേഡീൻ്റെ ചാനലിൽ നിങ്ങൾ കയറിയിട്ട് അവരുടെ ആ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ അവരാണെങ്കിലും ഞാനാണെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോകുന്ന ആരാണെന്നുണ്ടെങ്കിലും ഇതിൽ കൂടുതലായിട്ടൊന്നും അപ്ഡേറ്റ് തരാനോ സംസാരിക്കാനോ കാണില്ല, പറ്റൂല. ഫൈൻ, പോലീസുകാരെന്നെ പറയട്ടെ, ഇവിടുത്തെ നിയമം സംസാരിക്കട്ടെ, ഇവിടുത്തെ ചാനലുകൾ 24/7 ചാനലുകൾ അന്തിച്ചർച്ച നടത്തി ഘോര പ്രസംഗം, കത്തുന്ന ഓരോ വാക്കുകളൊക്കെ പറഞ്ഞ് 2-3 ദിവസം മിഹിർ 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 എന്ന് നിങ്ങൾ സംസാരിച്ചിരുന്ന എന്ത് നിങ്ങൾക്ക് അന്വേഷിക്കണ്ടേ? റാഗിങ് ഇല്ല എന്ന് പറഞ്ഞൊരു കേസ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇതിലെ അസ്വാഭാവികത എന്ത് എന്ന് ഇപ്പം ചോദിക്കുന്നില്ല? ഞാൻ ഇവിടുത്തെ മീഡിയാസിനോടാണ്, അവരാണ് ഇത് ഉത്തരം പറയേണ്ടത്. കാരണം 2-3 ദിവസം റാഗിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ കത്തിച്ച് ഇപ്പം റാഗിങ് ഇല്ല എന്ന് പറയുന്നു. സോ എന്താണ് അസ്വാഭാവികത? എങ്ങനെ, എവിടത്തേക്കാണ് ഈ വിരൽ ചൂണ്ടുന്നത്? പിന്നെ ഞാൻ പറയാം, ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ഒരുപാട് ആളുണ്ട്, ഫ്ലാറ്റിലൊക്കെ ഒരുപാട് പേര് തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. ഇനി ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് ഒരു വൈകിട്ടാണ്. സോ ഓബിയസ്ലി ജോലി കഴിഞ്ഞും ബാക്കി ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ വൈകുന്നേരം ഈവനിങ് വാക്കിന് ഇറങ്ങുന്നവരുണ്ടാവും. അങ്ങനെ പല ആളുകളും പുറത്താണ്. ഇപ്പോൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ പുലർച്ചയോ നട്ടരാത്രിക്കോ നടക്കുന്ന ഒരു സംഭവമല്ല. അത്യാവശ്യം ആളുകൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം, സന്ദർഭം, സ്ഥലം. ഓക്കെ, ഒന്നും പറ്റിയില്ല. എന്താണെങ്കിലും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിലൊരു മേജർ അപ്ഡേറ്റ് ഇനി എവിടെന്നെങ്കിലും വരുന്നുള്ളത് എനിക്ക് തരാൻ പറ്റുന്നുള്ളത്. ഇപ്പം എനിക്കാണെങ്കിലും ബാക്കി ആർക്കെങ്കിലും തരാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. അൺടിൽ അൺലെസ് ഇവിടുത്തെ 24/7 സാറ്റലൈറ്റ് ചാനലുകളും ന്യൂസ് ചാനലുകളും അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം, പോലീസുകാരും ബാക്കി ഇൻവെസ്റ്റിഗേഷൻ്റെ ആളുകളൊക്കെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പുറത്ത് വിട്ടാൽ തന്നെ എന്തുള്ളൂ പറയാനും പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇതിന് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവരിതിൽ മിണ്ടിത്തുടങ്ങണം, അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങണം. പക്ഷെ ഇനിയിപ്പോ ഒന്നുമില്ലല്ലോ, കേസ് ക്ലോസ് ആയത് കണ്ടുകഴിഞ്ഞാൽ ആരും മിണ്ടാനാണ്, ഒരു മിണ്ടായിട്ടുണ്ടാവാൻ പോണില്ല. പക്ഷെ അക്കിയത് അന്ന് ഭയങ്കര സങ്കടം. എന്താ പറയുക, ഒരു ഉമ്മ വന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ പോസ്റ്റ് ഇടുമ്പോൾ അതൊരു ഉമ്മാന്റെ വേദനയിൽ നിന്ന് അത് ഒന്നും കൂടി വലുതായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലൊരു വേദനയായി മാറിയിരിക്കുകയാണ് മിഹിർ. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിനകത്ത് എന്തുണ്ട്, നമുക്ക് ഇതുണ്ട്, ഇത് കിടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും മലയാളികൾ കേട്ടുകേൾവില്ലാത്ത രീതിയിലുള്ള ഒരു റാഗിങ് ഇൻസിഡന്റും അതിനെ തുടർന്നിട്ട് ഒരു കുട്ടീൻ്റെ ജീവിതവും ജീവനും പോയി എന്നുള്ളത് ഒരു അമ്മ വന്ന് പൊതുസമൂഹത്തിനോട് പറയുമ്പോൾ അമ്മയ്ക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പൊതുസമൂഹമായ നമുക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ. ഓക്കെ, ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നിട്ടാണ് ഞാൻ ഈ കോണ്ടന്റ് ഇപ്പോൾ പറയുന്നതും ചെയ്തതും. ഫൈൻ, നോക്കാം എന്താ.